ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഞാൻ 2 ദിവസമായിട്ട് ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിന് വേണ്ടിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയെന്ന്. അപ്പം തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മൈസൂരിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇതാ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി തൃശ്ശൂർ ടോൾ എത്തി. അപ്പോൾ അവിടെ ഉള്ള ആര്യാസ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ആര്യാസിൽ ഇരുന്നു മസാല ദോശ ഓർഡർ ചെയ്തു. നമ്മൾ 3 പേര് മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. അവർ 2 പേരും ഗീ റോസ്റ്റാണ് കഴിച്ചത്. അപ്പം മൈസൂരൊക്കെ പോയാൽ നിങ്ങൾ വിചാരിക്കും കന്നഡയൊക്കെ അറിയുമോയെന്ന്. കർണാടകയിലല്ലേ മൈസൂർ, മൈസൂരിലല്ലേ പോകുന്ന കന്നഡയൊക്കെ അറിയാൻ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. കന്നഡ ഗൊത്തു എന്ന് ചോദിച്ചാൽ തോടാ ഗൊത്തും. ഇപ്പം മനസ്സിലായല്ലോ എത്രത്തോളം ഗുത്തി എന്നുള്ള കാര്യം. ഇപ്പൊ തോടാ ഹിന്ദിയും കന്നഡയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഗൊത്തലായി. നിങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോ? നിങ്ങളെയൊക്കെ യൂട്യൂബിൽ ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോ എന്ന്. എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരെന്നെ എങ്ങനെ സഹിച്ചതെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടെ ഗൈസ്. അത് കിട്ടത്തില്ല ആൻറ്റി, അത്രയും പൊക്കം. ഗൈസ് ഇത് മൂന്നാറാന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇത് മൂന്നാറല്ല, ഇത് പോച്ച കളിച്ചിരിക്കുവോ. നിങ്ങളിത് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാലക്കാട് മലനിരകൾ. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ മലകളും കുന്നുകളും ഒക്കെ ഓരോന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നത്തില്ലേ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നേച്ചർ, എന്ത് ഭംഗിയുണ്ടെന്ന് ശരിക്കും നമ്മൾ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ ഒത്തിരി ബ്ലെസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയായിട്ടാണ് നേച്ചർ. കണ്ട വെറുതെ ഒരു അവിടെയൊക്കെ ഗ്രാസ് ഇങ്ങനെ വെറുതെ കിളിച്ചിരിക്കും ഇങ്ങനെ കാട് പോലൊക്കെ. പക്ഷെ അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം അങ്കിളും ആൻറ്റിയും പറയുന്നുണ്ട് ഇതൊന്നും അല്ല, ശരിക്കും നമ്മൾ മൈസൂരിലോട്ട് പോകുമ്പം ഫോറസ്റ്റിൽ കൂടെ പോകുന്നത്. അപ്പോൾ അവിടെ കാണാനുള്ള ഭയങ്കര ഭംഗിയാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഇതിനൊക്കെ ഇത്ര എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ. പക്ഷേ അതൊരു രക്ഷയില്ല. ഞാൻ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ അത് ഉൾപ്പെടുത്തി. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം വരെ ചെന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ മറ്റേത് കാണിക്കും. ഇതാണ് ഭാരതപ്പുഴ. അപ്പം ഭാരതപ്പുഴയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഡൗട്ട്, വഴിയൊന്ന് തെറ്റിയോ. പക്ഷെ വഴിയൊന്നും തെറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ സൈഡൊന്ന് ഒതുക്കിയത്. ആ സമയത്ത് 2 പശുവിനെ കണ്ട്. പിന്നെ എൻ്റെ വർണ്ണന നിങ്ങളിത് കേൾക്കണം ഗൈസ്. അവിടെ കറുപ്പും വെളുപ്പുള്ള ഒരു പശുവിനെ കണ്ടോ? അതാണ് നമ്മുടെ ഓമന പശു. നന്ദിനിക്കുട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത്, അതിൻ്റെ കുട്ടി. ആ വെളുത്ത പശു കണ്ടോ? മറ്റേത് പശുവിൻ്റെ അച്ഛൻ. ആ കറുത്തത് ഫ്രണ്ടി മാത്രം വെളുപ്പുള്ളത്. അതല്ലേ ഈ വെളുത്തതും കറുപ്പും ഉള്ളത്. ഇതുപോലുള്ള പല മണ്ടത്തരങ്ങളും ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാനത് കട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വേണ്ട മലപ്പുറത്ത് സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ ടോപ്പ് വ്യൂ ആണിത്. ഒരു രക്ഷയില്ല. മലപ്പുറത്തുള്ള മലനിരകളെന്ന് തന്നെ പറയാം. എന്തൊരു ഭംഗിയാണെന്നറിയുമോ. നല്ലൊരു വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്നപ്പം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് മുകളിൽ അവരുടെ വീട്ടിൽ ചെന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയി നമ്മൾ വീഡിയോ എടുത്തതാണ്. പക്ഷേ രാവിലെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എന്തായാലും നമ്മൾ പിന്നെ പിറ്റേ ദിവസം മൈസൂർ രാവിലെ തന്നെ ഇറങ്ങും. അപ്പം ഒരു ഹറിബറി ആകുമ്പോൾ ആ ടൈം എന്തായാലും കാണത്തില്ല വന്ന് ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ഷൂട്ട് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരു സ്നോ ഒരു ഫീല് കണ്ടോ, ഒരു മഞ്ഞൊക്കെ ഉള്ള ഒരു ഫീല് നമുക്ക് തോന്നത്തില്ലേ, മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന പോലെ. അതുപോലെ നല്ലൊരു ഈ ശരിക്കും വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ സൺറൈസും സൺസെറ്റും ഒക്കെ ഇവിടെ നിന്ന് കണ്ടു നോക്കും. എന്തൊരു വ്യൂ ആയിരിക്കും അല്ലേ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു വ്യൂ, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് മലപ്പുറത്തിൻ്റെ. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പം മലപ്പുറം സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങി ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താമല്ലോ എന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ വെഡ്ഡിങ് ഫെസ്റ്റ് മലപ്പുറം സിൽക്ക് പാർക്കിൽ നമ്മൾ കയറിയത്. നമ്മളെല്ലാ ഷോപ്പിലും കയറുന്നുണ്ട്, പക്ഷേ ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് മാത്രം. നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പെരുന്നാളിനായതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. അതുപോലെ നമ്മൾ ചെന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർ നമ്മുടെ കൂടെ വരും, എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കും. എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയൊരു കാര്യം, നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു എല്ലായിടവും. ഈക്വലി ഓരോ ഷോപ്പിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ളത് എടുത്തു തരാൻ അവർക്ക് നല്ല മനസ്സായിരുന്നു എല്ലാ ആളുകൾക്കും. നമ്മൾ ഒരു ചെരുപ്പ് കടയിൽ പോയിരുന്നു, അതേപോലെ ടെക്സ്റ്റൈൽസിലാണ് കൂടുതലും പോയി, ഒരു ചെരുപ്പ് കടയിലാണ് കയറിയത്. അപ്പം എല്ലായിടും ഈക്വലി ആൾക്കാർ വന്ന് നമുക്ക് എന്താ വേണ്ടത് എടുത്തു തരാൻ നല്ല സ്നേഹവും ആയിട്ട് തന്നെയാണ് എല്ലാവരും.
ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുക, തെളിഞ്ഞ് സന്തോഷത്തോടെ ഷോപ്പ് ചെയ്യും. ആ അത് ചെക്ക് എനിക്ക് വേണ്ട, ഞാൻ ലൈനാണ് നോക്കിയത്. അതാ എക്സ്ട്രാ സ്മോളും പിന്നെ സ്മോളും അടക്കുന്നത്, സൈസ് അല്ല അത്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് ഞാൻ അന്വേഷിച്ച് നടക്കുവാണ് ഗൈസ്, പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും. നമ്മളിപ്പോൾ ട്രെൻഡ്സിലാണുള്ളത്. മലപ്പുറത്ത് ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? വടകര. എടക്കരയോ? എടക്കര. മലപ്പുറത്ത് എടക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ട്രെൻഡ്സാണ് ഗൈസ്. നമ്മളിവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാനൊന്ന് ഫ്രഷായി. നമ്മൾ രാത്രി എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്, നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയോ? പേരെന്തുവാന്നൊക്കെ പറ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ ഇരിക്കുന്നേ ആരാ പുറകെ ഇരിക്കുന്നേ? प्रभु लाल कृष्ण। हे प्रभु, हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ?